അപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി നൗഫലാണ്. അപ്പോൾ നമ്മൾ ളുഹർ നിസ്കാരത്തിന് വേണ്ടി പോവുകയാണ്. മക്കളെ കൊണ്ടുവന്നിട്ടില്ല, കാരണം ഭയങ്കര ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ റൂമിലാക്കിയിട്ട് ഇറങ്ങിയതാണ്. ചെറിയ മോനെ മക്കളുടെ അടുത്ത് ആക്കിയിട്ടുണ്ട്. മൂത്ത ആളടുത്തും രണ്ടാമത്തെ ആളടുത്തും ആക്കിയിട്ടാണ് പോകുന്നത്. കാരണം രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഇറങ്ങുമ്പോൾ, ഞാനും വൈഫും കൂടെ ഒരുമിച്ച് ഇറങ്ങുമ്പോൾ എന്താ പറയുക, നമുക്കറിയും. അപ്പം വൈഫ് അതിറങ്ങി, അത് കഴിഞ്ഞ് മൂത്ത ആളടുത്ത് ചെറിയ ആളെ ഏൽപ്പിച്ചിട്ട് മെല്ലെ ഞാൻ അവൻ അറിയാതെ പോകുന്നത് ഇക്കാമത്ത് കൊടുത്തു. അതുകൊണ്ട് ലേറ്റായിട്ട് എത്തി കേട്ടോ. ഇക്കാമത്തൊക്കെ കൊടുത്ത് വേഗം ഓടുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും തിരക്കിലാട്ടോ. കാരണം ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. സാധാരണ നമ്മൾ നിസ്കാരത്തിന് മുമ്പ് അവിടെ എത്തലുണ്ട്. പക്ഷേ ഇത് ശരിക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് എന്തായാലും വേഗം ഓടിയെത്തിട്ട് 310 ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ടോ. ഇനി അങ്ങോട്ട് ഉള്ളിലേക്ക് കടക്കുമ്പോഴാണ് പ്രശ്നം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് പെട്ടെന്ന് എത്താൻ പറ്റും, പക്ഷേ ആണുങ്ങൾക്ക് കുറച്ചും കൂടി അപ്പുറത്തോട്ട് പോകണം. അവിടെ ഒരു ബാത്റൂം ഉണ്ടല്ലോ, ആ ബാത്റൂമിന് അപ്പുറത്തെ സൈഡിലാണ് ആണുങ്ങൾക്ക് വരുന്ന ഒരു ഏരിയ വരുന്നത്. എന്നാൽ അപ്പോഴത്തേനും അവിടേക്ക് നിസ്കാരത്തിന് ആളുകൾ ഇങ്ങനെ സഫുകളൊക്കെ ആയിട്ട് മുമ്പോട്ട് എത്തിയിട്ടുണ്ടാവും. എന്തായാലും ഭയങ്കര തിരക്ക് ഈ ഭാഗത്തൊന്നുമില്ല. പക്ഷേ ഇപ്പുറത്തെ സൈഡിലൊക്കെ ആളുകളൊക്കെ നിസ്കരിക്കാനുള്ള സ്ഥലത്തൊക്കെ എല്ലാവരും നിന്ന് നിസ്കാരമൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വേഗം കിതക്കുന്നുണ്ടല്ലോടാ. ഇങ്ങനെ ഞങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടോ? നിസ്കാരത്തിന് മുമ്പായിട്ട് നേരെ ഓടിച്ചെല്ലുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൊട്ടടുത്തൊക്കെയാണ് താമസിക്കുന്നത്. പക്ഷേ നേരത്തെ നമ്മൾ അവിടെ എത്തണം കേട്ടോ. അപ്പോൾ എല്ലായിടത്താണെങ്കിലും അങ്ങനെ തന്നെ. പക്ഷേ ഇതിപ്പോൾ സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, ആ ഒരു കാരണങ്ങൾ കൊണ്ടാണ് ഓടേണ്ടി വന്നത്. ഇവിടെ തന്നെ നിൽക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇനി കുറച്ച് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല, കാരണം അവിടെ ഫുള്ളാണ്. അപ്പോൾ നിസ്കരിച്ചിട്ട് കാണട്ടോ. അൽഹംദുലില്ലാ. അപ്പോൾ നിസ്കാരം കഴിഞ്ഞു. അപ്പോൾ ളുഹർ നിസ്കാരം കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരാൻ പോവാം കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാനുള്ളത് വെച്ചാൽ ഒരു മഴ തോർന്നൊരു പ്രതീതിയിലെ ഓടി വന്ന് നിസ്കരിച്ചൊരവസ്ഥയായി പോയി. എന്തായാലും ഇൻഷാ അല്ലാഹ് ഇനി അങ്ങനെ ഉണ്ടാവില്ല. പക്ഷെ ഇത് ഉച്ച സമയമായതുകൊണ്ട് കുട്ടികളിട്ട് വരാൻ പറ്റാത്ത ബുദ്ധിമുട്ട് ഉള്ള കാരണമാണ് ഇങ്ങനെ ആയത് കേട്ടോ. നല്ല ചൂടുണ്ട്. നല്ല ചൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫാനിൻ്റെ താഴെ പോയി നിൽക്കട്ടെ. മാഷാ അല്ലാഹ്, വലിയൊരു ഫാൻ. ആ ഫാനിൻ്റെ ചുവട്ടിലിങ്ങനെ ഈ ഒരു വെള്ളം സ്പ്രേ ചെയ്യുന്ന ഭാഗത്ത് ഇങ്ങനെ കുറച്ച് നേരം നിന്ന് നമ്മൾ ചൂടൊക്കെ അങ്ങോട്ട് തണുക്കും. മാഷാ അല്ലാഹ്, നല്ല സുഖം കേട്ടോ. അങ്ങോട്ട് തിരിയട്ടെ. ഹൈ. അപ്പോൾ എന്തായാലും കുറച്ച് നേരം ഇവിടെ നിന്നു, ചൂടൊക്കെ ഒന്ന് മാറി. ഇനി നേരെ റൂമിലേക്ക് പോട്ടെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫിനെയും കൂട്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ. കാരണം ഇനിയിപ്പം ഉള്ളിൽ പോയിട്ട് മക്കളുടെ എടുത്തിട്ട് വേണം, ഭക്ഷണം മേടിച്ചിട്ട് വേണം തിരിച്ച് നമ്മൾ മക്കത്തേക്ക് പോകാൻ. അപ്പോൾ അവിടെ ലുലുവിൽ പോയിട്ട് വേണം ഭക്ഷണം മേടിക്കാൻ. അറിയാലോ നിങ്ങൾക്ക് ലുലു ഉണ്ടെന്നുള്ളത്. മാഷാ അല്ലാഹ്, നമ്മൾ മലയാളി ഹാജിമാരാട്ടോ ഇവിടെ ഇരിക്കുന്നത്, ഉമ്മമാരൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ആ ദൂരെ കാണുന്ന മിനാരം കണ്ടോ? അതിലൊരു പച്ച കളർ കണ്ടോ? ആ മിനാരമാണ് ബാബു സലാം എന്ന് പറയുന്ന ഗേറ്റിന്റെ മുകളിലുള്ള മിനാരം. അതിലൂടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സലാം പറയാൻ വേണ്ടി മാത്രം പോകുന്ന വഴി. അപ്പോൾ നേരെ നമ്മൾ റൂമിലേക്ക് പോവാണ്. അവിടുന്ന് മക്കളെ എടുത്തിട്ട് വേണം ഇനി നേരെ താഴെ വന്ന് ചെക്കൗട്ടൊക്കെ ചെയ്ത് എന്താണ് പറയുക, ലുലുലൊക്കെ ഒന്ന് കയറി ഭക്ഷണമൊക്കെ ഒന്ന് മേടിച്ച് കഴിച്ചിട്ട് റാഹത്തായിട്ട് വേണം തിരിച്ച് ഇൻഷാ അല്ലാഹ് മക്കയിലേക്ക് മടങ്ങാൻ. അപ്പോൾ നോക്ക്, നിങ്ങൾ ളുഹർ നിസ്കാരം കഴിഞ്ഞിട്ട് ആളുകളൊക്കെ പുറത്തോട്ട് വരുന്നത്. ഞാനിപ്പോൾ പുറത്താണ് നിൽക്കുന്നത്. പള്ളീൻ്റെ അവിടെ നിന്ന് ആളുകൾ പുറത്തോട്ട് വന്ന് അവരവരെ ബിൽഡിങ്ങിൻ്റെ അവിടേക്ക് പോകട്ടെ, താമസിക്കുന്ന സ്ഥലത്ത് പോകാൻ. ഞാൻ അറിഞ്ഞത് മലയാളികൾ കൂടുതൽ ആളുകളും ഈ ഒരു ഗേറ്റ് നമ്പറിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. ഈ ഒരു ഹറം പരിസരത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പലർക്കും എന്താ പറയുക താമസ സൗകര്യങ്ങളൊക്കെ കിട്ടിയത്. നമുക്ക് മാഷാ അല്ലാഹ് നിങ്ങൾ പള്ളീൻ്റെ താഴത്തോട്ട് റോഡ് പോകുന്നുണ്ടോ? അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ കയറിക്കണോ? അത് മദീന സിറ്റിയിൽ കുറച്ച് സ്ഥലങ്ങൾ, ഹിസ്റ്റോറിക്കൽ സ്ഥലങ്ങളൊക്കെ കാണിച്ചൊരു ബസ്സിൽ പോയി കഴിഞ്ഞാൽ കേട്ടോ. ഇവിടെ നമുക്ക് ലുലുവും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത് തുടങ്ങിയതാണ്. അപ്പോൾ ഈ ഹാജിമാർക്കൊക്കെ വളരെ എളുപ്പമാണ്. കാരണം മലയാളം നമ്മൾ കേരള ഭക്ഷണം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഭാഗത്ത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് കൂടെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ലുലുവിൽ കയറി അവിടുന്ന് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് ഈ ലുലുവിൽ നിന്ന് മേടിക്കാൻ പറ്റും കേട്ടോ. കാരണം ഭക്ഷണവും ബിരിയാണിയും അതുപോലെ തന്നെ സ്നാക്സിനുള്ള സാധനങ്ങളും ബിസ്ക്കറ്റ് അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്ക് താൽക്കാലികമായിട്ട് ഉപയോഗിക്കാനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. ഇനി നമ്മൾ കേരളീയ ഭക്ഷണം കഴിക്കാനല്ല ബിരിയാണിയൊക്കെ കഴിക്കാനൊക്കെ ആഗ്രഹമുള്ള ആൾക്കാരെ തിരഞ്ഞു പോകേണ്ട ലുലു ഇതിൽ പോയാൽ മതി. ഈ ഒരു ബിൽഡിംഗ് കണ്ടോ, റൊത്താന എന്ന് പറഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞുതരാം. ഇവിടെ ഒരു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിലൊരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ തൊട്ടടുത്ത് ലുലു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഇത് കാണാം. അത് അണ്ടർഗ്രൗണ്ടിലേക്കാണ് ഇറങ്ങുന്നത് കേട്ടോ. അങ്ങനെ ഇറങ്ങി കഴിഞ്ഞാലാണ് നമുക്ക് ലുലു അവിടെ കാണാം. അവിടെ പോയി കഴിഞ്ഞാൽ ഇതാ ബിരിയാണി അതുപോലെ തന്നെ സ്നാക്സ് എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഭക്ഷണം മേടിക്കാൻ വേണ്ടി വന്നതാണ്. നമ്മൾ ബിരിയാണി മേടിച്ച് കഴിച്ചിട്ട് കാരണം ഇവിടെ ലുലുവിലും ഭക്ഷണം മേടിച്ചിട്ടുണ്ട്, നല്ല ഭക്ഷണമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ ഹോട്ട് ഫുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ലുലുവിൽ താഴെ. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം മേടിക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം മേടിച്ചു. പിന്നെ അതുപോലെ തന്നെ സ്നാക്സ് അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ തൽക്കാലം എന്തെങ്കിലും കഴിക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. മലയാളി ഹോട്ടൽ തിരഞ്ഞ് പല ഭാഗങ്ങളിലും നടക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾ മദീനത്ത് നാട്ടിലേക്ക് പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ മേടിക്കാൻ തൽക്കാലം ഇനി വേറെ എവിടെയെങ്കിലും പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ ലുലുവിൽ വന്നിട്ട് സാധനങ്ങളൊക്കെ മേടിക്കാം. കുറച്ച് വില കൂടുന്നു തോന്നുന്നുണ്ട്, കാരണം ഹറമിൻ്റെ ആ ഒരു ഏരിയയിലായതുകൊണ്ട് കുറച്ച് വില കൂടുതലായിരിക്കും. കുട്ടികൾക്കുള്ള ടോയ്സ്
പിന്നെ അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. ഞാൻ ജസ്റ്റ് ഇതിലൂടെ ഇങ്ങനെ കാണിച്ചു തരാൻ ഇത്തരം സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയും. കാരണം കൂടുതൽ പേരും ലുലു ഉണ്ടെന്ന് അറിയാം. ലുലുവിന് അങ്ങനെ വലിയ ബോർഡുകളൊന്നും പുറത്ത് വെച്ചിട്ടില്ല. ഈ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ മാത്രം ലുലു എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. എല്ലാവരും എല്ലാ ഭാഗത്തുനിന്നും കാണണമെന്നില്ല. അന്വേഷിച്ച് വരുമ്പോൾ മാത്രമേ ലുലു എവിടെയാണെന്നുള്ള അറിയുള്ളൂ. അണ്ടർഗ്രൗണ്ടിലാണ് ലുലു ഉള്ളത്. പുറത്തുനിന്നൊന്നും നമുക്ക് ആ ലുലുവിൻ്റെ ബിൽഡിങ് കാണാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും കുറച്ച് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഉപയോഗപ്പെടുത്തുക ഇവിടെ വരുന്ന ആളുകൾ. തീർച്ചയായിട്ടും അത് നല്ലൊരു സൗകര്യമാണ്. ഈ ഒരു ലുലു കുറച്ചും കൂടെ നേരത്തെ തുടങ്ങേണ്ടിയിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് വൈകി. ഇവിടെ സംസം ബോട്ടിലും വിൽക്കുന്ന കണ്ടു കേട്ടോ. അതാ ഈ ഒരു ഭാഗത്ത് നമ്മൾ കൗണ്ടറിൻ്റെ ഭാഗത്താണ് സംസം ഉള്ളത്. നമ്മൾ ഇപ്പോൾ ലൊക്കേഷൻ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനാരൊക്കെ നിങ്ങൾ കാണുന്നില്ല. ഈ റൊത്താന ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെ വരുമ്പോൾ ഈ സ്ട്രീറ്റിൽ വരുന്ന സമയത്ത് വേറൊരു മലയാളി കടയും കൂടി ഞാൻ പരിചയപ്പെടുത്തി തരാം. മുസ്ലിം ബിൻ ഹാനി സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടൊരു ബോർഡ് കാണാം. ലൊക്കേഷൻ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. ആർക്കെങ്കിലും ഉപകാരം ഉണ്ടെങ്കിൽ ഈ ഒരു കടേൻ്റെ ലൊക്കേഷൻ. ഇവിടെ അൽ ഷബ എന്ന് പറഞ്ഞിട്ട് ഗ്രാൻഡ് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ കാണാം. അതിൻ്റെ താഴത്തേക്ക് ചെല്ലുന്ന സമയത്ത് അത് ഈ കോർണറിലൊരു കട ഉണ്ട്. മലയാളികളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഷവർമ, സാൻഡ്വിച്ച്, ബർഗർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും. നല്ല ഫ്രഷ് ജ്യൂസ് കിട്ടും. ഇങ്ങനത്തെ കട മലയാളി സ്റ്റാഫുകളാണ്. അപ്പോൾ ഭാഷയ്ക്കൊരു പ്രശ്നമില്ല. വരുന്ന ആൾക്കാർ ഈ ഒരു ലൊക്കേഷനിൽ വരിക, റാഹത്തായിട്ട് ഭക്ഷണം കഴിച്ച് പോകാം. ബഫറ്റ് വത്തീൻ അൽ മദീന എന്ന് പറഞ്ഞിട്ടുള്ള ഫുഡ് കോർട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ട ജ്യൂസുകളും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഭക്ഷണത്തിന് ബുദ്ധിമുട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് തൽക്കാലം നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് വരാൻ ഈ റൊത്താന ഹോട്ടലുണ്ട്. ഈ റൊത്താന ഹോട്ടലിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. ആ കോർണറിൽ കട കാണാം കേട്ടോ. അതായത് ഇപ്പോൾ കണ്ട ലുലു ഉള്ളതിൻ്റെ തൊട്ടടുത്ത്. ലോഹർ നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് വൈഫിൻ്റെ കൂടെ തൊട്ടടുത്ത് നിസ്കരിച്ചിരുന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറായിരുന്നു. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് വൈഫിനോട് ചോദിച്ചു. അവിടെ സബ്സ്ക്രൈബർ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർ, സ്ഥിരമായിട്ട് കാണുന്നവരുണ്ട് കുറേ ആൾക്കാർ. അപ്പം അവരിലൊരാൾ ഇന്ന് വൈഫ് പരിചയപ്പെട്ട കാര്യം ഇപ്പോൾ വൈഫിനോട് തന്നെ ചോദിക്കാൻ പോകും. കാരണം ഞാൻ വേറെ സ്ഥലത്താണ്, പെണ്ണുങ്ങൾ വേറെ സ്ഥലത്തും ആണുങ്ങൾ വേറെ സ്ഥലത്താണ് നമസ്കരിക്കാം. ഞാനാണെങ്കിൽ ഞാൻ നേരത്തെ വീഡിയോ തുടക്കത്തിൽ തന്നെ പറഞ്ഞില്ല, ഞാൻ ഓടിപ്പോകണമെന്നാണ്. ഇത് മൂത്ത ആള് നിച്ചോടെ, രണ്ടാമത്തെ ആള് ഇവിടെ വാ, ഇങ്ങനെ ഇങ്ങോട്ട് ഇവൻ ഹൈസിൻ, ഇവരാണ് ലസിൻ കേട്ടോ. വയ്യാതെ പനിയൊക്കെ പിടിച്ച് വയ്യാതായത്. അപ്പം നമ്മൾ ഇതിന് വേണ്ടി ദുആ ചെയ്യേണ്ടെന്നുള്ള പലരും കമൻറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും വളരെ സന്തോഷം. കൂടുതലും കുട്ടികൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് ഈ പ്രശ്നം. പക്ഷെ എന്തായാലും നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾ പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തട്ടോ. കുറേ പേര് ചോദിച്ചിരുന്നു മോനെവിടെ എന്നൊക്കെ. പിന്നെ അപ്പോൾ ഇനിയിപ്പോൾ കാര്യങ്ങൾ പറയും എങ്ങനെയാണ് പരിചയപ്പെട്ടത്. വൈഫ് ഇരുന്നതിൻ്റെ തൊട്ടടുത്ത് ഒരു മലയാളി ഉണ്ടായിരുന്നു. അങ്ങനെ മുസല്ല ഇല്ല, അപ്പോൾ നല്ല ചൂടല്ലേ. അപ്പോൾ നല്ല ചൂടായതുകൊണ്ട് അവരുടെ കയ്യിലൊരു നിക്കാബ് ഉണ്ടായിരുന്നത്. ആ നിക്കാബ് ഊരിയിട്ടാണ് സുജൂദ് ചെയ്യുന്നിടത്ത് ഇങ്ങനെ വെക്കാമെന്ന ഉദ്ദേശത്തിൽ അവരിങ്ങനെ താഴ്ത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈഫിൻ്റെ കയ്യിലുള്ള മുസല്ല അങ്ങോട്ട് ആക്ഷൻ കാണിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളിയാണോ എന്ന് അറിയാത്തത് കൊണ്ട് ആക്ഷൻ കാണിക്കുകയായിരുന്നു. അങ്ങനെ അപ്പോൾ വൈഫ് ചോദിച്ചു മലയാളിയാണോ എന്ന് ചോദിച്ചു. അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ എന്താണ് ഇപ്പോൾ തുടക്കത്തിൽ പറഞ്ഞത്, നമ്മൾ സബ്സ്ക്രൈബർ ആണെന്ന് എങ്ങനെ എനിക്ക് മനസ്സിലായത്? അസ്സലാമു അലൈക്കും. അവരെന്നോട് ചോദിച്ചത് മലയാളി ഭക്ഷണം ഇവിടെ എവിടെയാണ് കിട്ടുക എന്നാണ് ചോദിച്ചത്. അവർ ഇന്നലെ വൈകുന്നേരം നമുക്കിന്ന് എത്തിയിട്ടുള്ളൂ. അപ്പോൾ അവർക്ക് ഇവിടെ എവിടെയാണ് മലയാളി ഭക്ഷണം കിട്ടുക എന്നുള്ള അറിയില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, അവരോട് ആരോ പറഞ്ഞു കൊടുത്ത ഒരു ഇത് വെച്ചിട്ട് അവർ വഴി കേട്ട് നടന്ന് ബിലാൽ മസ്ജിദിന്റെ അവിടെ വരെ എത്തി. അതുവരെ നടന്ന് അവിടെ എത്തി. എന്നിട്ട് മലയാളി ഹോട്ടലാണോ എന്നൊന്നും അറിയില്ല, ഒരു ഹോട്ടൽ ആണെന്ന് തോന്നിയിട്ട് അവിടെ കയറി അവിടെ ഉള്ള ഭക്ഷണം മേടിച്ച് വന്നു. കയറിയപ്പോൾ തന്നെ മേടിക്കണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. കാരണം കാര്യമായിട്ടുള്ള വൃത്തി കാര്യങ്ങളൊന്നും കണ്ടില്ല. അപ്പം പിന്നെ അവിടെ വരെ നടന്ന് പോയതല്ലേ എന്നുള്ളതിൽ കിട്ടിയത് വാങ്ങിയിട്ട് പോകുന്നത്. ഞാൻ വാങ്ങണ്ടില്ലേ ഇനി നായിപ്പോയി. റൂമിലെത്തിയത് കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ വയറൊക്കെ കേടായി, ബുദ്ധിമുട്ടായിപ്പോയി. നമ്മുടെ തൊട്ടടുത്ത് നമ്മളെ മസ്ജിദിന്റെ നബവിന്റെ തൊട്ടടുത്ത് മുറ്റത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് 2-3 പള്ളികൾ കാണാം, 4 പള്ളികൾ. ആ പള്ളികളുടെ കാര്യം ചോദിച്ചപ്പോൾ ഈ പള്ളി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പേരുള്ള പള്ളി ഏതാന്ന് ചോദിച്ചപ്പം വൈഫിന് കുറച്ച് കൺഫ്യൂഷനായി. ഞാൻ ചെയ്ത വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിലും അപ്പോൾ അവരോട് പറഞ്ഞു ഇങ്ങനെ എനിക്ക് കൂടുതൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ അറിയില്ല, പക്ഷേ ഹസ്ബൻഡ് വീഡിയോ ചെയ്യും, യൂട്യൂബർ ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു യൂട്യൂബർ ആണല്ലേ, അപ്പോൾ എന്താണ് പേരെന്ന് വെച്ചപ്പോൾ വ്ളോഗ്സ് ഓഫ് നബൽ എന്ന് പറഞ്ഞപ്പോൾ ഇതിന് അവർ ഭയങ്കര
ചിരിച്ചുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷം അവരുടെ മുഖത്ത് അവര് കണ്ടു. പറഞ്ഞ കാണലുണ്ട് അറിയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കാണിച്ചു കൊടുത്തപ്പോ പറഞ്ഞാ അറിയാ കാണലുണ്ട്, കൂടുതലും മക്കത്തെ വീഡിയോ അല്ലേ ചെയ്യല് ഉണ്ടാവല് എന്നൊക്കെ. അപ്പോൾ എന്തായാലും സന്തോഷമാണ്. കാരണം ഇങ്ങനെ നമ്മളെ കണ്ടിട്ട് ചിലർക്ക് സംശയമുണ്ട് ഞാൻ തന്നെയാണോ. അപ്പോൾ എനിക്ക് പലപ്പോഴും അനുഭവം ഉണ്ടായിട്ടുണ്ട്. വന്ന് നേരിട്ട് വന്ന് സംസാരിക്കുന്നത് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നിങ്ങൾ അഥവാ നേരിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് വന്ന് സംസാരിക്കട്ടോ. ചിലപ്പോൾ ഞങ്ങളടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ ചിലപ്പം പിന്നെ അറിയാത്തവരാണെന്നുണ്ടെങ്കിലും കുറച്ച് ആൾക്കാർ നമ്മൾ 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് അല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കൂടുതൽ ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയിട്ടൊന്നുമില്ല. എന്നാലും അറിഞ്ഞ് നമ്മുടെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് എൻ്റെ ഫേസ് കാണുമ്പോൾ ചിലപ്പോൾ ഒരു സംശയത്തിൽ ചിലപ്പോൾ ഒന്നിങ്ങനെ വന്ന് ചോദിക്കണം ഔഫലാണോ, യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആളാണോ എന്നൊക്കെ ചോദിക്കലുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷം. മക്കളെ പറ്റിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർ. അപ്പോൾ എന്തായാലും സന്തോഷം. അവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പേരെന്താണെന്ന് വൈഫ് ചോദിച്ചില്ല. സ്ഥലം എവിടെ ചോദിച്ചിരുന്നു? സ്ഥലം നാദാപുരം കേട്ടോ. അപ്പോൾ പേര് ചോദിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. ഞാൻ ചോദിച്ച പേരെന്തായിരുന്നു, കാരണം വീഡിയോയിലൊന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ എന്തായാലും അവർ വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നത്, കാരണം സ്ഥിരമായിട്ട് നമ്മൾ വീഡിയോ കാണുന്നതാണ്. സന്തോഷമായി എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ അങ്ങനെ ഭക്ഷണം കിട്ടാത്ത സാഹചര്യത്തിൽ അങ്ങനെ ബുദ്ധിമുട്ടി ഒരുപാട് കിലോമീറ്റർ ഒന്നും നടക്കേണ്ട. മലയാളി ഹോട്ടലുകളൊക്കെ ഉള്ളത് 2 കിലോമീറ്റർ 2.5 കിലോമീറ്ററിലൊക്കെയാണ്. പക്ഷേ അവിടുത്തെ ഭക്ഷണങ്ങൾ എത്രത്തോളം നല്ലതാകുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു സ്ഥലം ഉപയോഗിക്കുക. ഇനി അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ ബാക്കിയുള്ള ആൾക്ക് എത്തിച്ചു കൊടുക്കട്ടോ. അപ്പോൾ എന്നാലും ഇപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടെന്ന് വിചാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾക്ക് മനസ്സിലായി ഉപകാരപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നു. ബാക്കിയുള്ള ആളുകൾക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരോ അല്ലെങ്കിൽ കണ്ട ആൾക്കാരൊക്കെ ആരെങ്കിലും നേരിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സംസാരിക്കാൻ മറക്കാതിരിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.